പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2024-25 വർഷങ്ങളിൽ നടന്ന ഇടപാടുകളെ കുറിച്ചുള്ള നിർണായക ശാസ്ത്രീയ സൂചനകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഓരോ പ്രതിയുടെയും വ്യക്തിപരമായ പങ്കിനെ കുറിച്ച് വൻ ഗൂഢാലോചനകൾ സംബന്ധിച്ചുമുള്ള പരിശോധന റിപ്പോർട്ടാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. 2017 കൊടിമരം സ്ഥാപിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുമ്പോൾ ഇനിയും പ്രതിപ്പട്ടിക നീളുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ കൊള്ളയിൽ വലിയ സംഘം ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. തന്ത്രിയുടെ അറസ്റ്റിന് സമാനമായി അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതും കണ്ടറിയണം. റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ അന്വേഷണം ഇനി എങ്ങോട്ടെന്നാണ് ന്യൂസ് ആംഗിൾ വിശകലനം ചെയ്തത്. ഷപ്ന ലീഗൽ ഡെസ്കിൽ ചേർന്നുണ്ട്. ഷപ്ന, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഈ VS അനുവിന്റെ വാർത്ത അനുസരിച്ചാണെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 5 പേരാണ് നിരീക്ഷണത്തിൽ. ഇതിൽ 3 പേർ പ്രധാനികൾ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ തന്ത്രിയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ഏറ്റവും പ്രമുഖനായ വ്യക്തി. അതേമാതിരി പ്രമുഖരായ 3 പേർ കൂടി പിടിയിലായേക്കാം. അവരെല്ലാം ഈ അന്വേഷണ സംഘത്തിന്റെ ഈ വലയത്തിലുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പം ഈ ഇന്നലത്തെ കോടതിയിൽ നിന്നും പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണ്ണപ്പാളി അപ്പാടെ മാറ്റിയോ എന്നൊരു സംശയം കോടതി ഉന്നയിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ്. കൂടുതൽ പേർ ഈ അന്വേഷണ സംഘത്തിന്റെ ഫ്രെയിമിലേക്ക് വരുന്നു. എത്ര കണ്ട് നിർണായകമാണ് ഈ ഒരു ഘട്ടം, ഷപ്ന? സേതു, ഗുഡ് മോർണിംഗ്. ഈ അനു പറഞ്ഞു നിർത്തിയിടത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ പ്രതിപട്ടികയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരുന്നു 16 പേരാണ് പ്രതിപട്ടികയിൽ, അതായത് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ പ്രതിപട്ടികയിലുള്ളത്. ഇതിൽ 11 പേരെ നിലവിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് 13 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. അത് ഈ സ്വർണ്ണപ്പാളിയിലെ ആളുകൾ തന്നെയാണ്, സമാനമായ വ്യക്തികൾ തന്നെയാണ്. അങ്ങനെ 16 പേരിൽ 11 പേർ അറസ്റ്റിലായി. ബാക്കി 5 പേരാണ് ഇനി പിടികൂടാനുള്ളത്. അനു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 3 പ്രമുഖർ ഉൾപ്പെടെയുള്ളവരാണ് അന്വേഷണ സംഘം, അവരിലേക്കാണ് അന്വേഷണം നീളുന്നത് എന്നതാണ്. ഈ മറ്റൊന്ന്, ഇന്നലെ ഈ അന്വേഷണ സംഘം തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നത് ഈ കഴിഞ്ഞ വർഷത്തെ 2024-25 കാലയളവിൽ നടന്നിട്ടുള്ള തിരിമറികൾ, അതുമായി ബന്ധപ്പെട്ട് VSSCയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് എങ്ങനെയാണ് ശാസ്ത്രീയമായി അന്വേഷണ സംഘത്തിന് തെളിയിക്കാൻ സാധിക്കുക എന്ന് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് സ്വർണം പൂശാൻ കൊണ്ടുപോകുമ്പോൾ ഈ സ്വർണ്ണപ്പാളിയിൽ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന മെർക്കുറിയുടെ അംശമുണ്ടായിരുന്നു. എന്നാൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈ മെർക്കുറി ലോഹമല്ല ഉള്ളത്, അതിന് പകരം നിക്കൽ ലോഹമാണ്. അതായത് നല്ല തിളക്കം കിട്ടുന്ന നിക്കൽ ലോഹത്തിന്റെ അംശം ഇതിൽ ഉണ്ടായിരുന്നു തിരിച്ചെത്തിക്കുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ തിരിമറി നടത്തി അതിൽ തൂക്കത്തിലടക്കം വ്യത്യാസം വന്നു എന്നതാണ് ഇന്നലെ അന്വേഷണ സംഘം പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് ഈ കൊടിമരത്തിന്റെ വിഷയമാണ്. കൊടിമരം 2017 ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് ഇപ്പോൾ നടക്കുന്ന ഒരു വിവാദം, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് തന്നെ വലിയ പണപ്പിരിവ് ഈ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് നടന്നിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ 2017 ഒരു സ്പോൺസറെ ഈ കൊടിമരം സ്ഥാപിക്കാൻ ലഭിച്ചിരുന്നു. എന്നാൽ ഈ സ്പോൺസർക്ക് പുറമെ വീണ്ടും പണപ്പിരിവ് നടത്തി എന്നൊക്കെയാണ് ഇപ്പോഴുള്ള വിവാദങ്ങളിലേക്ക് വരുന്നത്. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം UDF ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് അത്തരത്തിൽ ഒരു കൊടിമരം മാറ്റി സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പൊളിറ്റിക്കലായിട്ട് കൂടി ഈ വിഷയം വലിയ തോതിൽ നാളുകളിൽ ചർച്ച ചെയ്യാൻ പോകുന്നതും ഈ ഒരു രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് SIT നീങ്ങുമ്പോഴായിരിക്കും. കൊടിമരത്തിന്റെ കാര്യത്തിൽ കോടതി ഇന്നലെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ 2 പതിറ്റാണ്ടുകളായി ഈ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റ് നടപടികൾ, അത് ഈ രജിസ്റ്റർ പരിശോധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളത്, ശബരിമലയിൽ നടന്നിട്ടുള്ള തിരിമറി സംബന്ധിച്ച് അന്വേഷണം നടത്താനാണ്. അപ്പോൾ വിവിധ ഭരണസമിതികൾ എല്ലാം പ്രതിക്കൂട്ടിൽ വരുന്ന, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അന്വേഷണം നീളുമ്പോൾ കൂടുതൽ ആളുകൾ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുന്ന, ഇപ്പോൾ ഈ 16 നിന്ന് കൂടുതൽ ആളുകളിലേക്ക് പ്രതിപട്ടിക നീളാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ കോടതി ഇടപെട്ടതും ആ രീതിയിൽ തന്നെയാണ്. ഓക്കെ, ശരി. അപ്പോൾ പ്രിയപ്പെട്ട